തൃശൂർ പൂമലയിലെ വീട്ടിൽ വേടനെ എക്സൈസ് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ വളർത്തുനായ ഓടി അടുത്തെത്തി. വാരിയെടുത്ത് ഒന്ന് ഓമനിച്ചതിന് ശേഷം നായയെ വേടൻ വീട്ടുകാർക്ക് കൈമാറി. തിരികെ കൊണ്ടുപോകുന്നതിനിടെ വീട്ടുകാർ പാവങ്ങളാണ്, അവരെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പ്രതികരണം. വേടന് ഇടവും വലവുമായി നിരവധി ഉദ്യോഗസ്ഥർ. ഓടിപ്പോയാൽ തടയാനെന്ന വണ്ണം ഇടുപ്പിലും തോളിലുമെല്ലാം കൈ ചേർത്ത് പിടിച്ചാണ് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും. അധികാരം പ്രത്യക്ഷത്തിൽ പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയാണ് വേടനോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടേത്. രാവിലെ 6:30യോടെയാണ് കോടനാട് നിന്ന് വനംവകുപ്പ് സംഘം വേടനുമായി തൃശൂരിലേക്ക് തിരിച്ചത്. ആദ്യം വിയ്യൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ചു. സന്തോഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഈ ജ്വല്ലറിയിലാണ് വേടന് പുലിപ്പല്ല് ലോക്കറ്റിലാക്കി നൽകിയത്. യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നുവെന്നും വേടനെ പരിചയമില്ലെന്നും ജ്വല്ലറി ഉടമ സന്തോഷ് മൊഴി നൽകി. ഇതിനുശേഷമായിരുന്നു വീട്ടിലെ തെളിവെടുപ്പ്. അതും പൂർത്തിയാക്കി സംഘം വേടനുമായി കോടനാട്ടേക്ക് മടങ്ങി. തൃശ്ശൂരിൽ ഇപ്പോൾ വേടനെ തിരികെ എത്തിക്കുന്നുണ്ട്. വേടന്റെ നായയും വേടൻ അതെടുത്ത് സഹോദരൻ്റെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് വേടനെ ഇപ്പോൾ തിരികെ കൊണ്ടുപോവുകയാണ്. വളരെ ഇമോഷണലായിട്ടൊരു രംഗം കൂടിയാണത്. വേടൻ വേടൻ്റെ വളർത്തുനായ വേടനെ കണ്ടപ്പോൾ വലിയ സ്നേഹത്തോടു കൂടി വരികയും അതിനുശേഷം നായയെ സഹോദരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം മടങ്ങുന്നു. അവിടെ കാര്യമായിട്ട് അവിടെ ഒന്നും കണ്ടെടുക്കാനൊന്നുമില്ല. ഇപ്പോൾ 8 മാസം മുമ്പാണല്ലോ ഒരു പുലിനഖം പുലിപ്പല്ല് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അതാണ് വെള്ളി കിട്ടിയിരിക്കുന്നത്. വേടൻ പ്രതികരിക്കുന്നുണ്ട്. ജെയ്സൺ, വേടൻ തന്നെ നമ്മോട് പ്രതികരിച്ചത് പാവങ്ങളാണ്, നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് വീട്ടുകാരെ എന്നതാണ്. ഇപ്പോൾ വേടൻ ഇല്ല, നമുക്ക് അവരുടെ പ്രതികരണം എടുക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കാര്യം അവർ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നമുക്ക് അവരുടെ പ്രതികരണം എടുത്താൽ മതിയാകും എന്ന് തോന്നുന്നു. വേടൻ അതാണ് പറഞ്ഞതല്ലേ, പാവങ്ങളാണ്, അവരെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നാണ് അല്ലേ? അതെ, വേടൻ ഇപ്പോൾ വന്നപ്പോൾ വേടൻ്റെ ഒരു നായ നേരത്തെ തന്നെ പറഞ്ഞിരുന്നില്ലേ, ഏറ്റവും ഇഷ്ടപ്പെട്ട നായ ആ ദൃശ്യങ്ങളിലേക്ക് ആ നായയെ വേടൻ എടുത്തു. ആ നായയെ എടുത്ത് പിന്നെ ഒന്ന്, കാരണം 2-3 ദിവസമായിട്ടുണ്ടാവും നായയെ ഒന്ന് എടുത്ത് ഹഗ് ചെയ്തിട്ട്. ആ നായയെ ഹഗ് ചെയ്ത ശേഷം സഹോദരങ്ങൾക്ക് ആ നായയെ കൈമാറി. അതിനുശേഷമാണ് പിന്നെ വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറിയ ശേഷം പറഞ്ഞത് പാവങ്ങളാണ്, അവരെ നിങ്ങൾ വിളിച്ച് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന ഒരു റിക്വസ്റ്റ് വേടൻ വെക്കുന്നത്.